എറണാകുളം ബസ് സ്റ്റാൻഡിൽ വിഷ്ണുവും അവൾക്ക് പിറകെ ഉണ്ണിമായയും ഇറങ്ങി. ഇനി ഈ ബസ് ഇവിടുന്ന് ഉച്ചതിരിഞ്ഞേ എടുക്കൂ. നിന്റെ ഓഫീസ് എവിടെയാണെന്നറിഞ്ഞാൽ അവിടെ നിന്നെയാക്കിയിട്ട് എനിക്ക് ഇതിൽ തന്നെ നാട്ടിലേക്ക് തിരിക്കാമായിരുന്നു. വിഷ്ണു അങ്ങനെ പറഞ്ഞതും ഉണ്ണിമായയുടെ മിഴികൾ അറിയാതെ നിറഞ്ഞൊഴുകി. വിഷ്ണു എന്നെ തനിച്ചാക്കി പോകുകയാണോ? അത് കൊള്ളാം. നീ എന്നെ കണ്ടിട്ടാണോ ഇത്രയും ദൂരം ജോലിക്ക് വന്നത്? വിഷ്ണു പുച്ഛഭാവത്തോടെ അവളെ നോക്കി. എങ്കിലും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാമെന്നൊക്കെ കേട്ടപ്പോൾ അവൾ നിന്ന് താളം ചവിട്ടി. വിഷ്ണുവിന് എന്തെങ്കിലും കഴിക്കണോ? ഉണ്ണിമായ അവളുടെ പേഴ്സ് തിരയുന്നതിനിടെ തിരക്കി. ഒന്നും വേണ്ട, കഴിച്ച 2 പഴംപൊരി തന്നെ ദഹിച്ചിട്ടില്ല. നമുക്കാദ്യം നിന്റെ ബാങ്ക് എവിടെയെന്ന് തപ്പാം. വിഷ്ണു മിഴികൾ കൊണ്ട് അവളുടെ കൈകളിലേക്ക് ആംഗ്യം കാണിച്ചതും അവൾ വേഗം അപ്പോയിൻമെൻറ്റ് ലെറ്റർ എടുത്തു. അതിലെ അഡ്രസ്സ് നോക്കി പറഞ്ഞു കൊടുത്തതും വിഷ്ണു അരികിലുള്ള മരുന്ന് സ്റ്റോറിലേക്ക് പോയി തിരക്കി. ഫാർമസിസ്റ്റ് പറഞ്ഞത് പ്രകാരം അന്വേഷിച്ച് ബാങ്കിലെത്തി. അവരെ കണ്ടതും സെക്യൂരിറ്റി വാതിൽ തുറന്നു. അതോടെ ഇരുവരും ബാങ്കിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. കൗണ്ടറിൽ ഇരിക്കുന്ന പെൺകുട്ടിക്ക് നേരെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ കാത്തിരിക്കാൻ പറഞ്ഞു അവൾ മാനേജറുടെ മുറിയിലേക്ക് പോയി. ഉണ്ണിമായ, കം. മാനേജറുടെ മുറിയിൽ നിന്ന് വന്നയുടനെ പെൺകുട്ടി പറഞ്ഞു. വിഷ്ണുവിൻ്റെ കൂടെ ഓഫീസിലേക്ക് പ്രവേശിച്ചു. മുമ്പിൽ നിരത്തിവെച്ച ലാൻഡ് ഫോണിൽ ഒന്നിൽ റിവോൾവിംഗ് ചെയറിൽ ഇരുന്ന് സംസാരിച്ച് കൊണ്ടിരിക്കുന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടതും ഉണ്ണിമായയും വിഷ്ണുവും ഇനി എന്ത് എന്ന മട്ടിൽ പരസ്പരം നോക്കി. ബട്ടൺ ഇട്ട ഫുൾ സ്ലീവ് നീല ഷർട്ടും ടൈയും ധരിച്ച ചെറുപ്പക്കാരൻ മുൻപിലിരിക്കുന്ന ഒഴിഞ്ഞ 2 കസേരകളിലേക്ക് കൈ കാട്ടി ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. അനുവാദം കിട്ടിയതും വിഷ്ണു ഒരു കസേരയിൽ ഇരിക്കുന്നതോടൊപ്പം ഉണ്ണിമായയും ഇരുന്നു. മാനേജർ വിഘ്നേഷ് മുൻപിൽ വെച്ചിട്ടുള്ള ചെറിയ ബോർഡിൽ എഴുതിയത് കണ്ടതും ഉണ്ണിമായ നെടുവീർപ്പോടെ നേരെ ഇരുന്നു. ഉണ്ണിമായ അല്ലേ? ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു കൗണ്ടറിൽ ഇരുന്ന പെൺകുട്ടി ഏൽപ്പിച്ച അപ്പോയിൻമെൻറ്റ് ലെറ്ററിലേക്ക് നോക്കിക്കൊണ്ട് വിഘ്നേഷ് ചോദിച്ചു. മുൻപ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? വിഘ്നേഷ് ഉണ്ണിമായ നൽകിയ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചു കൊണ്ടിരുന്നു. ഇല്ല, ഉണ്ണിമായ പതിഞ്ഞ സ്വരത്തിൽ പറയുന്നതിനിടക്ക് വിഷ്ണുവിനെയൊന്ന് നോക്കി. അവൻ്റെ മുഖത്ത് പക്ഷേ ഭാവവ്യത്യാസങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഘനഗാംഭീര്യമുള്ള ശബ്ദത്തോടെ വിഘ്നേഷ് ചോദിച്ചതും മറുപടി പറയാതെ പതർച്ചയോടെ ഉണ്ണിമായ ഇരുന്നു. ഫ്രണ്ടാണ്. യാതൊരു കൂസലുമില്ലാതെ വിഷ്ണു അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ണിമായയുടെ ഉള്ളിലൊരു ചിരി വന്നു. സാർ, അക്കമഡേഷൻസ് ഒക്കെ? വിഘ്നേഷ് ഉണ്ണിമായയുടെ സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകുന്നതിനിടെ അവൾ ചോദിച്ചു. അതിന് മറുപടിയായി അവൻ ഫോൺ എടുത്തു ആരെയോ വിളിച്ചു. കുറച്ചു കഴിഞ്ഞതും കൗണ്ടറിലെ പെൺകുട്ടി വന്ന് ഡോർ തുറന്നു. ഉണ്ണിമായയുടെ താമസം എവിടെയാണ്? അവളെ കണ്ടതും വിഘ്നേഷ് ഉറക്കെ ചോദിച്ചു. നിമിഷയുടെ കൂടെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷെ അവൾ നാട്ടിൽ നിന്നും വന്നിട്ടില്ല. കീ അവളുടെ കയ്യിലാണ്. ശരി, ഇവർക്ക് വേണ്ടതെന്തു വെച്ചാൽ ചെയ്തേക്കൂ. വിഘ്നേഷ് ഉത്തരവാദിത്തങ്ങളൊക്കെ ആ പെൺകുട്ടിയെ ഏൽപ്പിച്ചു തൻ്റെ ജോലികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എൻ്റെ പേര് ലയ. ഞാനിവിടെ അക്കൗണ്ട്സിലാണ്. ഉണ്ണിമായയുടെ വീട് എവിടെയാണ്? മുൻപോട്ട് നടക്കുന്നതിനിടെ ലയ സ്വയം പരിചയപ്പെടുത്തി. ഇവിടെ നിന്ന് കുറേ ദൂരമുണ്ട്, കുന്നിമണിക്കടവ്. ഉണ്ണിമായയുടെ സംസാരം ലയ പുഞ്ചിരിയോടെ കേട്ടുനിന്നു. നിമിഷ, രാധിക ഇവർ താമസിക്കുന്ന മുറിയാണ് ഉണ്ണിമായക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. 2 പേരും നാട്ടിൽ നിന്ന് വന്നിട്ടില്ല. രാധികയുടെ വിവാഹമായതുകൊണ്ട് അവൾ ലീവിലാണ്. നിമിഷയുടെ കയ്യിലാണ് മുറിയുടെ കീ. കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. താടിയിൽ തടവി ലയ പറയുന്നത് ഉണ്ണിമായ ആദിയോടെ കേട്ടുനിന്നു. ഇന്ന് താൻ എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ആക്കണം. വേറെ വഴിയില്ല. ഞാൻ താമസിക്കുന്ന മുറിയിലും സ്പേസ് ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു തന്നേനെ, ലയ കൈമലർത്തി പറഞ്ഞു. അവൾക്ക് മറുപടി നൽകാതെ ഉണ്ണിമായ മുൻപോട്ട് നടന്നു. വിഷ്ണു ഇവരുടെ സംസാരത്തിനിടയിൽ നിന്ന് മാറി ബാങ്കിൻ്റെ പുറത്തു പോയി നിന്നിരുന്നു. നേരം സന്ധ്യയായി തുടങ്ങിയിരുന്നു.
തൊട്ടടുത്ത അമ്പലത്തിൽ നിന്നും കീർത്തനം കേൾക്കാം. മഴ തോർന്നു തുടങ്ങിയിരുന്നു. ഉണ്ണിമായ പോയതിലുള്ള വിഷമം കവിതയുടെ ഉള്ളിൽ അങ്ങനെ തളം കെട്ടി നിന്നു. സന്ധ്യയ്ക്ക് ഉമ്മറകോലായിൽ വിളക്ക് കത്തിച്ച് തൊഴുതു നിൽക്കുമ്പോഴും അവളുടെ ഉള്ളം ഉണ്ണിമായയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സുനിത മുറിയിലിരുന്ന് ഓരോ പിച്ചും പേയും പറയുകയാണ്. തനിയെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. സുചിത്ര കവിതക്കരികിൽ വന്ന് തൊഴുകയാൽ വിളക്കിന് മുമ്പിൽ നിന്നു. ഉണ്ണിമായുടെ ഒരു വിവരം അറിഞ്ഞില്ലല്ലോ അമ്മേ. നേരം വെളുക്കും മുമ്പേ അങ്ങ് പോയതല്ലേ അവൾ. ജോലിക്ക് കയറിയോ താമസം ശരിയായോ കാണുമോ? ഒന്നും അറിഞ്ഞില്ല. കവിത അരികിലിരിക്കുന്ന വിപിൻ്റെ തലമുടിയിൽ തലോടി സുചിത്രയെ നോക്കി. എടുപിടിയെന്ന് വിളിച്ചറിയിക്കാൻ ഇവിടെ ഫോണൊന്നുമില്ലല്ലോ. അവൾ ഭാമിനെ അറിയിച്ചു കാണും. കവിതയുടെ ചോദ്യത്തിന് ഒരു മറുപടി കൊടുക്കണ്ടേ എന്നതിനപ്പുറം യാതൊരു താല്പര്യവും സുചിത്രയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അവൾ ചാടി എഴുന്നേറ്റു അലമാരയിൽ വെച്ച ടോർച്ച് എടുത്തു. നീ ഇതെങ്ങോട്ടാ? സുചിത്ര മെഴികൾ വിടർത്തി അവളെ നോക്കി. ഇലഞ്ഞിത്തറയിലേക്ക്. ഉണ്ണിമായ അങ്ങോട്ട് വിളിച്ചറിയിക്കാതിരിക്കില്ല. കവിത രണ്ടും കൽപ്പിച്ച് മുന്നോട്ടിറങ്ങി. എടി പെണ്ണെ, നിന്റെ തലക്കെന്താ? അതൊക്കെ രാവിലെ അന്വേഷിക്കാം. ഇപ്പം നീ അവിടെ ഇരുന്നേ. ഈ മൂന്തിക്ക് പുറത്തിറങ്ങിയത് നാട്ടുകാർ കണ്ടാൽ പിന്നെ അത് മതി. സുചിത്ര അവളെ തുറപ്പിച്ചു നോക്കി. തുടങ്ങി നാട്ടുകാർ. കവിത സുചിത്രയ്ക്ക് മുഖം കൊടുക്കാതെ ടോർച്ച് കത്തിച്ച് മുൻപിലേക്കടിച്ചു. ഭാമിനിയുടെ ധൈര്യമൊന്നും എനിക്കില്ല. ജോലിയെന്നും പറഞ്ഞ് സ്വന്തം മോളെ അന്യനാട്ടിലേക്ക് അയച്ചു വിട്ട് സുഖമായി കിടന്നുറങ്ങാൻ അവൾക്ക് പറ്റുന്നുണ്ടല്ലോ. താടയിൽ കൈവച്ച് സുചിത്ര അതിശയത്തോടെ നിന്നു. അമ്മയൊന്ന് വാ അടക്കിക്കേ. കവിത അരിശത്തോടെ അവരെ നോക്കിക്കൊണ്ട് അവളുടെ തീരുമാനം പോലെ തന്നെ മുന്നോട്ട് നടന്നു. ഞാനും വരുന്നു കുഞ്ഞമ്മേ. അമ്മമ്മക്ക് തീരെ കുശുമ്പില്ല അല്ലേ? ഇതും പറഞ്ഞ് ജിതിൻ കവിതയുടെ അരികിലേക്ക് ഓടിയെത്തി. മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞതും ബീഡിയുടെ ഗന്ധം ഇരുവരുടെയും നാസാരന്ധ്രങ്ങളിൽ തുളഞ്ഞു കയറിയതും കവിത ജിതിനെ മുറുകെ പിടിച്ചു. കത്തിച്ചു പിടിച്ച ബീഡിയുടെ ചുവപ്പ് അവർക്കരികിൽ വന്നു നിന്നതും അയാൾ അതെടുത്തു തറയിലിട്ടു ചവിട്ടിയരച്ചു. കത്തി നിൽക്കുന്ന ടോർച്ചിൻ്റെ തെളിച്ചത്തിൽ തങ്കപ്പൻ്റെ മുഖം കണ്ടതും കവിത അരിശം തള്ളവിരൽ തൊട്ട് ഉച്ചി വരെ അരിച്ചു കയറി. അവൾ അയാൾക്ക് മുഖം കൊടുക്കാതെ മുന്നോട്ട് കുതിച്ചതും തങ്കപ്പൻ അവളുടെ കൈത്തണ്ടയിൽ പിടുത്തമിട്ടിരുന്നു. എങ്ങോട്ട് ഈ കൂരാകൂരിരട്ടിൽ? ആരെ കാണാനാ? വശ്യമായ ചിരിയോടെ അയാൾ കവിതയെ തന്നിലേക്ക് അടുപ്പിച്ചു. കൈ എടുക്കടാ. ജ്വലിക്കുന്ന മിഴികളോടെ കവിത തങ്കപ്പൻ പിടുത്തമിട്ട കരങ്ങളിലേക്ക് നോക്കി. കവിത കുതറാൻ ശ്രമിക്കും തോറും തങ്കപ്പൻ്റെ പിടുത്തം മുറുക്കം കൂട്ടി. കുഞ്ഞമ്മേ. മുൻപിൽ സംഭവിക്കുന്നത് എന്തെന്നറിയാതെ ജിതിൻ ഭയത്തോടെ നിന്നു. ഗത്യന്തരമില്ലാതെ കവിത ടോർച്ചെടുത്തു തങ്കപ്പൻ്റെ നെറ്റി നോക്കി അടിച്ചു. വേദന കൊണ്ട് അയാൾ നെറ്റി തടവുന്ന അവസരത്തിൽ തന്നെ കവിത തങ്കപ്പൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. തങ്കപ്പൻ മുന്നോട്ട് വരുമ്പോഴേക്കും കവിത ജിതിൻ്റെ കൈ പിടിച്ചു ഓടിപ്പോയിരുന്നു. നാണം കെട്ടവൾ. മുഖത്ത് വീണ തുപ്പൽ തുടക്കുന്നതിനിടെ അയാൾ പിറുപിറുത്തു. തങ്കപ്പൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സുചിത്ര ഉമ്മറത്തിണ്ണയിലിരുന്ന് പച്ചക്കറി മുറിക്കുന്നുണ്ടായിരുന്നു. എങ്ങോട്ടാ തള്ളയെ മോളെ പറഞ്ഞയക്കുന്നത്? അപ്പോൾ മാത്രമാണ് തങ്കപ്പനെ സുചിത്ര കാണുന്നത്. അവൾ ഇലഞ്ഞിത്തറ വരെയൊന്ന് പോകുകയാണ്. സുചിത്ര തങ്കപ്പനെ നോക്കാതെ പറഞ്ഞു. ഓ, നമ്മൾ പറഞ്ഞാൽ പിടിക്കുകയില്ല. നമ്പ്യാന്മാർക്ക് മോളെ കാഴ്ചവെക്കുന്നതിൽ തെറ്റില്ല അല്ലേ? ക്രോധശബ്ദത്തിലുള്ള തങ്കപ്പൻ്റെ ചോദ്യം ഉയർന്നതും സുചിത്ര പച്ചക്കറി താഴെയിട്ട് ചാടി എഴുന്നേറ്റു. തങ്കപ്പ, ക്ഷമിക്കുന്നതിന് ഒരു അറുതിയുണ്ട്. ഒന്നും തിരിച്ചു പറയുന്നില്ല എന്ന് വെച്ച് എന്ത് അസഭ്യവും പറയാനുള്ള ലൈസൻസാണെന്ന് കരുതണ്ട. സുചിത്ര തങ്കപ്പന് നേരെ കയ്യിലുള്ള കത്തി ചൂണ്ടി. തങ്കപ്പൻ്റെ ശബ്ദം കേട്ടതും വിപിൻ സുനിതയുടെ അരികിൽ പോയി ഒളിച്ചു. അയാൾ വന്നോ? മിഴികൾ പലയിടത്തും മാറ്റി നോക്കി അവൾ കെട്ടിവെച്ച മുടി അഴിച്ചു തലകുതറി. സുനിതയുടെ പ്രവർത്തികൾ ഭയത്തോടെ നോക്കി വിപിൻ അരികിൽ തന്നെ ഇരുന്നു. ബാങ്കിൽ നിന്നും ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഉണ്ണിമായെ നോക്കി വിഷ്ണു നിന്നു. എന്താടോ, ജോലി ഇഷ്ടപ്പെട്ടില്ലേ? മുഖത്തൊരു കാർമേഘം. അവളുടെ മുഖത്തെ തെളിച്ചമില്ലായ്മ കണ്ട് വിഷ്ണു അവൻ്റെ മിഴികളാൽ പരതി. വിഷ്ണു, ഇന്ന് ഞാൻ എവിടെ സ്റ്റേ ചെയ്യും? ഉണ്ണിമായുടെ മുഖം ദുഃഖത്താൽ മൂടി. അതൊന്നും എനിക്കറിയില്ല. താൻ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തോ? ഞാൻ നാട്ടിൽ പോകുകയാണ്. നിന്നെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി നിന്നേ ഉള്ളൂ. വിഷ്ണു ഉണ്ണിമായുടെ ചുമലിൽ അവൻ്റെ ചുമല് കൊണ്ട് തട്ടി.
എന്നാൽ വിഷ്ണു എന്നെ ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിലാക്കി തന്നേര്. ഇന്ന് ഞാൻ അവിടെ താമസിച്ച് നാളെ അവിടെ നിന്ന് ബാങ്കിക്ക് ജോലിക്ക് പോയി വന്നോളാം. പിന്നെ വൈകിട്ട് എൻ്റെ റൂംമേറ്റിൻ്റെ കൂടെ പുതിയ താമസ സ്ഥലത്തേക്ക് മാറുകയും ചെയ്യാലോ. ഉണ്ണിമായ അവളുടെ തീരുമാനങ്ങളെല്ലാം നിരത്തി പറഞ്ഞു. ഓഹോ, അപ്പോൾ എല്ലാം തീരുമാനിച്ചുറച്ചു വെച്ചിരിക്കുകയാണല്ലേ. ഇപ്പം ഞാനാരായി? പാലം കടന്നപ്പോൾ പൂരായണ എന്ന് പറഞ്ഞതുപോലെയായി. ഞാൻ തിരിച്ചു പോകാണെന്ന് കേട്ടിട്ടും മുഖത്ത് വല്ല ദുഃഖവും ഉണ്ടോ എന്ന് നോക്കിയേ. നിന്നെ വഴിയിൽ വിട്ട് തിരിച്ചു പോവണ്ട എന്ന് തീരുമാനിച്ച് ഇവിടെ ഇത്രയും നേരം വെയിലും കൊണ്ട് നിന്നെയും കാത്തു നിന്ന് എന്നെ വേണം മടലും പത്തി വാരി അടിക്കാൻ. വിഷ്ണുവിൻ്റെ വാഗ്വാദങ്ങൾക്ക് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്നറിയാതെ ഉണ്ണിമായ വിയർത്തു. ആ അറിയാത്ത പട്ടണത്തിൻ്റെ നടുവിൽ നിന്നും അവൾ ചുറ്റും നോക്കി. തിരക്ക് പിടിച്ച ജീവിതമായി എല്ലാവരും അവരവരുടെ ലോകങ്ങളിലാണെന്ന് അവൾക്ക് തോന്നി. തിരിഞ്ഞു നോക്കുമ്പോൾ വിഷ്ണുവിനെ കാണാനുണ്ടായിരുന്നില്ല. ആദിയോടെ അവൾ എല്ലായിടത്തും തിരഞ്ഞു. ഒടുക്കം ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി പോകുന്ന വിഷ്ണുവിനെ കണ്ടെത്തിയതും ഉണ്ണിമായ അവൻ്റെ മുൻപിലെത്തി തടഞ്ഞു. ഉണ്ണിമായ മാറ്, ഞാൻ നാട്ടിൽ പോകുകയാണ്. വിഷ്ണു അവളെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. വിഷ്ണു, നമ്മൾ ഒരുമിച്ച് ഇവിടെ ഇങ്ങനെ താമസിക്കും, ആരെങ്കിലുമൊക്കെ കണ്ടാൽ. അതോർത്താ ഞാൻ നമുക്കൊരുമിച്ച് ഇവിടെ നിൽക്കാമെന്ന് പറയാതിരുന്നത്. ഉണ്ണിമായ അവളുടെ ന്യായം പറഞ്ഞു. ഇവിടെ നിന്നെയും എന്നെയും ആർക്കറിയാമെന്നാ. ഉണ്ണിമായ മാറി നിന്നേ, എനിക്ക് പോണം. ഇനിയും വൈകിയാൽ ബസ് കിട്ടില്ല. വിഷ്ണു അവൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. വിഷ്ണു, ഇങ്ങു വാ, ഞാൻ പറയട്ടെ. ഉണ്ണിമായ അവനെ പിടിച്ചു വലിച്ചു തിരക്കേറിയ റോഡിൻ്റെ മറുവശത്തേക്ക് മാറി നിന്നു. അവൻ്റെ ഉള്ളിലെ മോഹം അവൾ അവൻ്റെ മിഴികളിൽ നിന്ന് വായിച്ചെടുത്തിരുന്നു. വിഷ്ണു, നമ്മൾ ഒരുമിച്ച് ഇവിടെ അറിയാത്ത നാട്ടിൽ വന്ന് മുറിയെടുത്താൽ, പോലീസിൻ്റെ റൈഡ് വല്ലതും നടന്നാൽ നമ്മളെ പിടിക്കില്ലേ? വീട്ടിലും നാട്ടിലുമൊക്കെ അറിഞ്ഞാൽ എൻ്റെ ഈശ്വര, എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. അവൾ ഇടനെഞ്ചിൽ കരം അമർത്തി പറഞ്ഞു. നിഷ്കളങ്കമായ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയതും വിഷ്ണു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവൻ വയറുകൊത്തി ചിരിക്കുന്നത് ഒരു കുഞ്ഞു പൈതലിനെപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് നോക്കി നിന്നു. കളിയാക്കാണല്ലേ വിഷ്ണു? നിറഞ്ഞൊഴുകിയ മിഴികൾ തുടക്കുന്നതിനിടെ അവൾ ചോദിച്ചു. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഉണ്ണിമായ മൂക്ക് തുടച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് മനസ്സിലായി, ഇതൊക്കെ സിനിമയിൽ നിന്നും പഠിച്ചതാണെന്ന്. നീ വിചാരിക്കും പോലെ പോലീസുകാർ ഓരോ ലോഡ്ജും കയറി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണോ? അവർക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നിന്റെ പൊട്ടത്തരങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് കളിക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ പോണു. മുണ്ട് മടക്കി കുത്തി വിഷ്ണു മുന്നോട്ട് നടന്നു. വിഷ്ണു, പോകല്ലേ, ഞാനിവിടെ തനിച്ചായി പോകുന്ന പോലെ. അവൾ കെഞ്ചിയിട്ടും അത് വയ്ക്കാതെ വിഷ്ണു മുന്നോട്ട് തന്നെ നടന്നു. എന്നാ പറ, ഞാനെന്താ വേണ്ടത്? അത് കേട്ടതും മുഖത്തൊരു ചെറു ചിരിയോടെ വിഷ്ണു അവളെ തിരിഞ്ഞു നോക്കി. ഉണ്ണിമായ മുഖം വീർപ്പിച്ച് കണ്ണുരുട്ടി വിഷ്ണുവിനെ നോക്കി. അനാമിക ലോഡ്ജ് എന്നെഴുതിയ ഒരു ബോർഡ് കടന്ന് ചെറിയൊരു ഓടിട്ട കെട്ടിടത്തിലേക്ക് ഉണ്ണിമായുടെ കൈ പിടിച്ചു വിഷ്ണു കയറിപ്പോയി. കുത്തനെയുള്ള മരത്തിൻ്റെ ഗോവണി കയറുമ്പോഴും ആ പിടുത്തം വിഷ്ണു വിട്ടിരുന്നില്ല. ഓരോ പടികൾ കയറുമ്പോഴും ഗോവണി അതിൻ്റെ പഴക്കമറിയിച്ചു ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു വേള അതെല്ലാം കൂടെ പൊളിഞ്ഞു താഴെ വീഴുമോ എന്ന് വരെ ഉണ്ണിമായ ഭയന്നു. വരാന്തയിലൂടെ അല്പം നടന്നതും മേശക്കരികിൽ കസേരയിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. വിഷ്ണു, നമ്മൾ ഇവിടെയാണോ താമസിക്കുന്നത്? അയാളുടെ അടുത്തേക്ക് നടക്കുന്നതിനിടെ ഉണ്ണിമായ വിഷ്ണുവിൻ്റെ ചെവിയിൽ അടക്കം ചോദിച്ചു. ആ, എന്തേ? നിനക്ക് 5 സ്റ്റാർ ഹോട്ടൽ മുറിയെടുത്താലേ ഉറക്കം വരൂ എന്നുണ്ടോ? വിഷ്ണു പരിഹാസ്യത്തോടെ ചോദിച്ചതും അവൾ മുഖം വീർപ്പിച്ചു തല താഴ്ത്തി. പിണങ്ങല്ലേ, വാ. വിഷ്ണു വാത്സല്യത്തോടെ അവളെ ചേർത്തു പിടിച്ചു മുന്നോട്ട് നടന്നു. ചേട്ടാ, താക്കോൽ? വിഷ്ണു ചോദിച്ചതും അയാൾ പിറകിൽ നിന്നും താക്കോൽ എടുത്തു കൊടുത്തു. അത് കണ്ടതും അതിശയത്തോടെ അവൾ വിഷ്ണുവിനെ നോക്കി. എന്താണ് വിഷ്ണുവിൻ്റെ ഉദ്ദേശം? ഉണ്ണിമായുടെ ജീവിതത്തിൽ ഒരു കരിനിഴൽ വീഴ്ത്താൻ അവൻ ശ്രമിക്കുന്നുണ്ടോ? പുതിയ ഭാഗവുമായി ഞാൻ ഉടനെ വരാം. കഥ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻസാണ് എനിക്ക് വീണ്ടും വീണ്ടും ഭാഗങ്ങൾ ചേർക്കാനും
കഥ വായിക്കാനും ആവേശം തരുന്നത്. തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരോടും സ്നേഹം മാത്രം. സന്തോഷത്തോടെ സജന കാജ. നന്ദി, നമസ്കാരം.